ആൻഡ് ഈ ഷെയ്ഡ് വന്നിട്ട് ഞാൻ പറയാം കണ്ണും പൂട്ടി നിങ്ങൾ ഡസ്കി ബ്രൗൺ ഗോളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാം. കാരണം അത്രയ്ക്കും മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഇത് പോർഷനും എൻ്റെ അപ്പർ ലിപ്പും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാനില്ല. ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഫോർഡബിൾ റേഞ്ചിലുള്ള ഡസ്കി ബ്രൗൺ ഗേൾസിന് പറ്റിയ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഒരു 3 ലിപ്സ്റ്റിക്കാണ് ഞാൻ അതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. ഒരു ലൈറ്റ്, മീഡിയം ആൻഡ് ഡാർക്ക് ഷെയ്ഡ്. 3ഉം നമുക്ക് മീൻസ് എൻ്റെ കളറുള്ള ഗേൾസിന് നന്നായിട്ട് പറ്റിയതാണ്. ആൻഡ് ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഞാൻ എന്താ ഇത് പറയണതെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് അലർജീസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് എല്ലാ സാധനങ്ങളും ഒന്നും അങ്ങനെ സ്യൂട്ട് ആവില്ല. അപ്പോൾ ഞാനങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ നടത്തി എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് നല്ല സ്യൂട്ടാവുന്ന ഒരു ലിപ്സ്റ്റിക് ബ്രാൻഡും ഷെയ്ഡെന്ന് പറയുന്നില്ല, ബ്രാൻഡാണിത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്കങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അത്ര ട്രാൻസ്ഫർ പ്രൂഫാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ എന്നാലും അത്ര നമ്മുടെ ലിപ്സിനെ ഡ്രൈ ആക്കുമോ അല്ലെങ്കിൽ നമുക്ക് ഒരു വല്ലാത്ത ലിപ്സ്റ്റിക്കും ഭയങ്കര ഒരു വെയിറ്റ് ഫീൽ ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്യാത്ത ടൈപ്പ് ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ രാവിലെ വെയർ ചെയ്തിട്ട് പോയാൽ ഞാൻ പിന്നെ ടച്ചപ്പ് ഒന്നും ചെയ്യാറേ ഇല്ല. അങ്ങനെ ഞാൻ എനിക്ക് ഇടയ്ക്ക് പോയിട്ട് ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇടാറേ ഇല്ല. അപ്പോൾ രാവിലെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈവനിങ് വരുമ്പോഴും നമ്മൾ ഫുഡ് കഴിച്ച് വാഷൊക്കെ ചെയ്താൽ പോലും കുറച്ച് പോകുന്നല്ലാണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടൊന്നും പോകുന്നില്ല. എന്തായാലും അതിൻ്റെ ഒരു ഷെയ്ഡ് എന്തായാലും നമ്മുടെ ലിപ്സിലുണ്ടാവും. അപ്പോൾ അത്രയ്ക്കും ലാസ്റ്റിംഗ് ഒക്കെ ഉള്ള ടൈപ്പ് ഒരു ലിപ്സ്റ്റിക്കാണ്. അതാണ് ഞാൻ പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ. സോ ഇപ്പം ഞാൻ ആദ്യം ഇട്ടിരിക്കുന്നതൊന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് നല്ലപോലെ ലിപ് ബാം ഇടണം. എൻ്റെ കളറൊന്നുമില്ലാത്തൊരു ലിപ് ബാമാണ്. ഇതും എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ഒരു ലിപ് ബാമാണ്. കാരണം ഒന്നാമത് ഞാൻ ബാംഗ്ലൂരാണ്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നും ലിപ്സും ഒക്കെ ഭയങ്കര ഡ്രൈ ആവുന്ന ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസിങ് ഓൺ ദ ഫേസ്, പിന്നെ മോയ്സ്ചറൈസിങ് ക്രീമല്ല ലോഷൻ, ബോഡി ലോഷൻ, പിന്നെ ലിപ് ബാം, ഇതില്ലാണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. സോ അങ്ങനെ നല്ല പ്രശ്നം വന്നപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ഒരു ലിപ് ബാമാണിത്. ഇതാണ് ആദ്യം ലിപ്സ്റ്റിക്ക് വെയർ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നന്നായിട്ട് ലിപ് ബാം വെയർ ചെയ്യും. ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതൊരു ന്യൂഡ് ഷെയ്ഡ് ആണ്. ഇത് വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്കൊരു ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടെന്ന് അങ്ങനെ അറിയിക്കണ്ട, എന്നാൽ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടണം, അങ്ങനത്തെ ഒരു വൈബാണ് ഈ കളർ തരുന്നത്. ഇതെല്ലാം ഞാൻ ലാക്മേയുടെ ആണ്. ലാക്മേ ഫോറെവർ മെയ്ഡ് ലിക്വിഡ് ലിപ് കളർ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടാഗ് ഞാൻ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ നൈക്കയുടെ പിങ്ക് ഫ്രൈഡേ സെയിൽ നടക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു 495 റുപ്പീസിൻ്റെ ആണ്. ഇപ്പോൾ 293 റുപ്പീസിന് അവൈലബിൾ ആണ്. സോ ഇഫ് എനിവൺ ഈസ് ഇൻട്രസ്റ്റഡ് യു ക്യാൻ ബൈ ഇറ്റ്. നോട്ട് പെയ്ഡ് കൊളാബറേഷൻ. ആൻഡ് ഞാനിതൊന്നും ഇത് വേണ്ടി ചെയ്യുന്നല്ല, അഫിലിയേറ്റഡും അല്ല, ഒന്നുമല്ല, ജസ്റ്റ് കൈൻഡ് ഓഫ് ഇൻഫർമേഷനായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഷെയ്ഡ്, ന്യൂഡ് ഡ്രീം. സോ കണ്ടോ, ഞാൻ ഇടാത്ത പോർഷനും എൻ്റെ അപ്പർ ലിപ്പും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാനില്ല. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് ഷെയ്ഡാണ്. ഇത് എൻ്റെ ഒരു സ്കിൻ വരെ ഉള്ളവർക്ക് ഓക്കെയാണ്. ഇതിലും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒരു വാഷ് ഔട്ടായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു ബ്രൗൺ കളർ ലിപ്പ് ലൈനർ യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്കൊന്ന്
ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ ഈ ഒരു ഷെയ്ഡ് വരെ ഉള്ളവർക്ക് പെർഫെക്റ്റ് ന്യൂഡ് കളറാണിത്. സോ അപ്പം നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡിലേക്ക് പോവാം. നെക്സ്റ്റ് ഷെയ്ഡ് ഇതിൻ്റെ കുറച്ച് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഡാർക്ക്നെസ് ഉണ്ട്, സ്റ്റിൽ നോട്ട് ടു ഡാർക്ക്. ആൻഡ് ഈ ഷെയ്ഡ് വന്നിട്ട് ഞാൻ പറയാം, കണ്ണും പൂട്ടി നിങ്ങൾ ഡസ്കി ബ്രൗൺ ഗോളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വാങ്ങിക്കാം. കാരണം അത്രയ്ക്കും മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. മൂ പാർട്ടി എന്നാണ് ഇതിൻ്റെ പേര്. മോ വാട്ട് എവർ ഇറ്റ് ഈസ്, അതാണ് ഇതിൻ്റെ പേര്. നമ്പർ എത്ര? 14 ആണ്. അപ്പോൾ ഇതും സെയിം ലാക്മേ തന്നെയാണ്, തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ്. ഒത്തിരി ഡാർക്കല്ല, തീരെ ലൈറ്റും അല്ല, മറ്റേൻ്റെ അത്ര ലൈറ്റല്ല, എന്നാൽ പെർഫെക്റ്റ് ആണ്. ഒട്ടും ലിപ്സിലിട്ടൊരു ഫീലേ ഇല്ല കേട്ടോ. ഭയങ്കര അഫോർഡബിളും ആയിട്ടൊരു ഇതാണ്. അപ്പം നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഷെയ്ഡിലേക്ക് പോവാം. ഇത് ഇപ്പോൾ കാണിച്ച 2 ഷെയ്ഡും പോലെ അത്രയ്ക്കൊരു ന്യൂഡ് ഫീലോ അല്ലെങ്കിൽ ഇട്ടിട്ടില്ലാത്ത ഫീലൊന്നും തോന്നുന്നല്ല. കുറച്ച് ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു ഡാർക്ക്, ഇതിൻ്റെ തന്നെ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഡാർക്ക് കളറാണ്. ഇത് നമുക്കൊരു പുറത്ത് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒക്കെ പാർട്ടി മൂഡ് എന്ന് ഞാൻ പറയും. ആക്ച്വലി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഷെയ്ഡിൻ്റെ പേരാണ് മൂ പാർട്ടി എങ്കിലും പാർട്ടി മൂഡായിട്ടുള്ളത് ഇനി വരാൻ പോകുന്ന ഷെയ്ഡാണ്. ഇതാണ് ദാറ്റ് ഡാർക്കർ ഷെയ്ഡ്. ഇതിൻ്റെ പേര് മൂ എക്സ്റ്റേസി. അങ്ങനെയാണെന്ന് തോന്നുന്നു വായിക്കുന്നത്. 15 ആണ്, അതായത് മൂ പാർട്ടി 14 ആണെങ്കിൽ ഇത് 15 ആണ്. 1 ഷെയ്ഡ് ഡാർക്കറാണ്. അപ്പോൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നമുക്ക് സി അപ്പോൾ ഇതാണ് മൂ എക്ടസി. സോ ഇതും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഡസ്കി ബ്രൗൺ ഗേൾസിന്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. കാരണം ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസിലാണ് കിട്ടുന്നത്. ഹാഫ് പ്രൈസ് അല്ല, 495 സംതിങ് ആണ് MRP. 293 കിട്ടുന്നത്. സോ 200 rupees ഓഫ് ഉണ്ട് ഇപ്പോൾ എന്തായാലും നൈക്ക പിങ്ക് ഫ്രൈഡേ സെയിലിൽ. അപ്പോൾ താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ ബൈ.